ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന് തന്നെയാണ്. എൻ്റെ ഫോട്ടോയാണ് അതിൽ പ്രൊഫൈൽ പിക്ചറായിട്ട് കിടക്കുന്നത്. തീർച്ചയായും ആ പേജ് കൂടി നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. കഴിഞ്ഞ ദിവസം എനിക്ക് ഫേസ്ബുക്കിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ്, 6 മാസമായി കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയ കുറുക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ എന്തായാലും അതിന് റിപ്ലൈ കൊടുത്തു. എന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ വിചാരിച്ചത് എല്ലാവർക്കും ഇത് അറിയാമായിരിക്കുമെന്നാണ്. കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അതൊന്ന് കാണുക. കുഞ്ഞിന് 6 മാസം പൂർത്തിയായ ശേഷമാണ് നമ്മൾ കുറുക്ക് കൊടുത്ത് തുടങ്ങുന്നത്. കട്ടിയാഹാരം വിഴുങ്ങാനുള്ള കഴിവ് ആ പ്രായത്തിലാണ് കുഞ്ഞിന് കറക്റ്റായിട്ട് കിട്ടിത്തുടങ്ങുക. വീട്ടിൽ തയ്യാറാക്കാവുന്ന കുറുക്കാണ് കുഞ്ഞിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. 6 മാസം കഴിഞ്ഞ് കുഞ്ഞിന് നൽകാവുന്ന ഏറ്റവും നല്ല ഫുഡെന്ന് പറയുന്നത് റാഗി ഉപയോഗിച്ചുള്ള കുറുക്ക് തന്നെയാണ്. അതാണ് എൻ്റെ അഭിപ്രായം. ഇതുണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. റാഗിപ്പൊടി 2 സ്പൂൺ, അതേപോലെ 1 കഷ്ണം കൽക്കണ്ടം, ഇത് മധുരത്തിനായിട്ടാണ്. പാല് 1 കപ്പ് അല്ലെങ്കിൽ ആവശ്യാനുസരണം ചേർക്കുക. പിന്നെ നമുക്ക് ടേസ്റ്റിനായിട്ടൊരല്പം നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. ഒരു പാനിൽ നമ്മൾ പാലടപ്പത്ത് വെച്ച് അതിലേക്ക് റാഗിപ്പൊടി ചേർത്തിട്ട് വേവിക്കുകയാണ് വേണ്ടത്. മധുരത്തിനായിട്ട് നമുക്ക് കൽക്കണ്ടം ചേർക്കാം. ആദ്യമായിട്ട് കുറുക്ക് കൊടുക്കാൻ പോകുന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും പഞ്ചസാര ഇട്ട് കുറുക്കുണ്ടാക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നത് വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഓൾറെഡി അങ്ങനെ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതിൽ നിന്ന് മാറാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൽക്കണ്ടം ഇട്ട് കൊടുക്കുക. കുറുക്ക് വെന്തതിന് ശേഷം നമുക്ക് അല്പം നെയ്യ് ചേർത്ത് കുറുക്കിയെടുക്കാം. നെയ്യ് ചേർക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ ആരോഗ്യക്കുറവ് അല്ലെങ്കിൽ കൊച്ചിന് ആവശ്യത്തിന് വെയിറ്റ് ഇല്ല, അങ്ങനെയുള്ള അവസരത്തിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അല്ലാത്ത കുട്ടികൾക്ക് അത് വേണമെന്നില്ല. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യാം. ചെറിയ ചൂടോടെ വേണം നമുക്ക് കുഞ്ഞിന് കുറുക്ക് കൊടുക്കേണ്ടത്. ഒരിക്കലും നന്നായിട്ട് തണുത്ത ശേഷം കൊടുക്കാതിരിക്കുക. കുറുക്കൊരിക്കലും പാൽക്കുപ്പിയിൽ ഒഴിച്ചിട്ട് ലൂസായിട്ട് കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ കുഞ്ഞ് കട്ടിയാഹാരം കഴിക്കാനായിട്ട് മടിക്കും. അതേപോലെ പോഷണക്കുറവും ഉണ്ടാകും. ഈ വെള്ളം കുടിച്ച് വയറ് നിറയുന്ന ഒരു അവസ്ഥയെന്ന് പറയാറില്ലേ നമ്മൾ, അതുപോലെ ആയിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. സ്പൂൺ കൊണ്ട് കോരിക്കൊടുക്കുന്ന ഒരു പരുവത്തിൽ വേണം നമ്മൾ കുറുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അത് ശ്രദ്ധിക്കണം. ഇതേപോലെ തന്നെ നമുക്ക് ഏത്തയ്ക്കാപ്പൊടി അല്ലെങ്കിൽ കണ്ണങ്കായ പൊടിച്ചത് കൊണ്ടൊക്കെ കുറുക്കുണ്ടാക്കാം. കുഞ്ഞിന് അത് വളരെ നല്ലതാണ്, പോഷക ഗുണങ്ങളുള്ളതാണ്. പലരും ചോദിച്ചൊരു സംശയമാണ് കണ്ണൻകായ എവിടെ കിട്ടും എന്നുള്ളത്. അതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയാം, പച്ചക്കറി മാർക്കറ്റുകളിലൊക്കെ തിരക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഒരുപാട് വലിയ കുലയൊന്നും വേണ്ട, ഒരു ഇടത്തരം അല്ലെങ്കിൽ ഒരു ചെറിയ കുലയായാലും മതി. നമുക്ക് ആവശ്യത്തിന് പിന്നീട് വാങ്ങി നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അത് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് വെള്ളമെല്ലാം കളഞ്ഞിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയാണ് എടുക്കുന്നത്. നന്നായിട്ട് ഉണക്കിയെടുക്കുക. പെട്ടെന്ന് നല്ല വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണിത്. എൻ്റെ മോന് ഞാൻ ഈ 2 രീതിയിലുള്ള സംഭവങ്ങളാണ് കൊടുത്തിരുന്നത്. അതായത് റാഗിയുടെ കുറുക്കും അതേപോലെ കണ്ണങ്കായ ഏത്തപ്പഴം. ഇത് നമുക്ക് 3ഉം കൊടുക്കാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അമ്മ ആവശ്യത്തിന് പോഷകാഹാരം കഴിക്കുക, സ്ട്രെസ്സ് ഒഴിവാക്കുക ഈ അവസരത്തിൽ. അതേപോലെ സന്തോഷവതിയായിട്ടിരിക്കാനുള്ള സാഹചര്യം വീട്ടിലുള്ള എല്ലാവരും ഒരുക്കി കൊടുക്കണം. മുലപ്പാൽ 2 വയസ്സ് വരെ കൊടുത്താൽ തന്നെ കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ വളരും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിലാണ് കുട്ടികൾക്ക് വലുതായി കഴിഞ്ഞ് തുമ്മൽ അതുപോലുള്ള അലർജി രോഗങ്ങളൊക്കെ കൂടെ കാണുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ രോഗപ്രതിരോധ ശക്തി കുഞ്ഞിൽ കുറവായതുകൊണ്ടാണ്. അത് മുലപ്പാൽ ഈ 2 വർഷം കുടിക്കാത്തത് കൊണ്ടാണ് കുഞ്ഞിന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് ഉള്ളിലേഹ്യം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് പാലുണ്ടാകും. ബേബി ഫുഡ് എന്ന പേരിൽ മാർക്കറ്റിൽ കിട്ടുന്ന ടിൻ ഫുഡുകളൊന്നും വാങ്ങി ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കുഞ്ഞിന് കൊടുക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യുക ഇന്ന് തന്നെ. ഇതേപോലെ നമുക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ ജോലിക്കൊക്കെ പോകണവരാണെങ്കിൽ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലുള്ള മറ്റാരെയാണോ അവരെ ഇതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മൾ രാവിലെ തന്നെ പാല് കാച്ചി വെച്ചിരുന്ന ആവശ്യത്തിന് എടുത്ത് കുറുക്കുണ്ടാക്കി കൊടുക്കാനായിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് മതി. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ
ഇത് ഫ്രഷ് ആയിട്ട് തന്നെ കുഞ്ഞിന് കൊടുക്കുക. ഇത് കുറുക്കുണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ അത് ചൂടാക്കി അങ്ങനത്തെ പരിപാടി കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഈ ഒരു രീതിയിൽ നമ്മൾ കുഞ്ഞിന് ആഹാരം കൊടുക്കുകയാണെങ്കിൽ വെയിറ്റ് കുറയുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ റാഗിപ്പൊടിയാണെങ്കിലും അല്ലെങ്കിൽ ഏത്തയ്ക്കാപ്പൊടിയോ കണ്ണങ്കായപ്പൊടി എന്തോ ആയാലും നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന ടിന്ന് നന്നായിട്ട് വെയിലത്ത് വെച്ച് കഴുകി ഉണക്കിയതായിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് പൂത്തു പോകാനും അസുഖങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട്. ഒരിക്കലും നമ്മൾ എടുക്കുന്ന സ്പൂൺ നല്ല തുടച്ചതായിരിക്കണം, അത് പ്രത്യേകം ഓർക്കുക. അല്ലാതെ നനഞ്ഞ സ്പൂൺ കൊണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെയും അതിൻ്റെ അകത്ത് പൂപ്പലൊക്കെ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കുറുക്കിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നവരുണ്ട്, അതേപോലെ മധുരത്തിനായിട്ട് ശർക്കര, കൽക്കണ്ടത്തിന് പകരം ശർക്കര ചേർക്കുന്നവരുണ്ട്. ഇത് രണ്ട് രീതിയും വളരെ നല്ലതാണ്. വിളർച്ച, രക്തക്കുറവ് ഇതൊക്കെ പരിഹരിക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്ന കൂടുതൽ റെസിപ്പീസുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. ഭാവിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് അതിലേറെ ഉപകാരപ്രദമായിരിക്കും. സോ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്നവർ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ ഞാനിടുന്ന വീഡിയോസിനൊക്കെ കമൻറ്റ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.